വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. കോതമംഗലത്ത് നിന്ന് ബ്രൗൺ ഷുഗറുമായി ആസാം സ്വദേശി പിടിയിൽ. 43-കാരനായ അബു ഹനീഫാണ് എക്സൈസിന്റെ പിടിയിലായത്. ബ്രൗൺ ഷുഗറുമായി ആസാം സ്വദേശി കോതമംഗലത്ത് പിടിയിൽ. ആസാം സ്വദേശി 43-കാരനായ അബു ഹനീഫാണ് പിടിയിലായത്. 6.669 ഗ്രാം ബ്രൗൺ ഷുഗറും 38,500 രൂപയും പ്രതിയുടെ പക്കൽ നിന്നും പിടിച്ചെടുത്തു. കോഴിപ്പള്ളി ഭാഗത്ത് നടത്തിയ പരിശോധനയിലാണ് രാത്രി 10ഓടെ പ്രതി പിടിയിലായത്. ചെറിയ പാക്കറ്റുകളിലാക്കി അന്യസംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ വിൽപ്പന നടത്താനാണ് പ്രതി ഇവിടെ എത്തിയതെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ പറഞ്ഞു. നമ്മൾ ഇന്ന് രാത്രികാല പരിശോധനകളുടെ ഭാഗമായിട്ട് ഈ പ്രദേശത്ത് കൂടി വരുന്ന സമയത്ത് സംശയാസ്പദമായി സാഹചര്യത്തിൽ കണ്ട ഒരു അന്യസംസ്ഥാന തൊഴിലാളിയായിട്ടുള്ള ഇയാളെ പരിശോധിക്കുകയും അയാളുടെ പക്കൽ നിന്ന് നമുക്ക് 6.69 ഗ്രാം ഹെറോയിൻ നമ്മൾ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇയാൾ ഈ ഹെറോയിൻ ചെറിയ ചെറിയ പാക്കറ്റുകളിലാക്കി ഈ ഭാഗത്തുള്ള അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് വന്നതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് വിറ്റ വകയിൽ പുള്ളിയുടെ കൈവശം ഉണ്ടായിരുന്ന ഏതാണ്ട് 38,500 രൂപയും നമ്മൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇത് അടുത്ത സമയത്ത് ഇയാൾ ആസാമിൽ പോവുകയും ആസാമിൽ നിന്ന് വന്ന സമയത്ത് കൊണ്ടുവന്നതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തുടർന്ന് ഇയാളുടെ താമസ സ്ഥലം പരിശോധിച്ച് ബാക്കി നടപടികൾ നമ്മൾ സ്വീകരിക്കുന്നതാണ്. എക്സൈസ് ഇൻസ്പെക്ടർ പ്രമോദ് MP, പ്രിവന്റീവ് ഓഫീസർമാരായ ഷമീർ VA, ലിബു PB, റസാഖ് KA, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഉബൈസ് PM, ബിൻസാർ VI എന്നിവരടങ്ങിയ എക്സൈസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.